ഹായ് ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധിയെയും ചന്ദ്രയൊക്കെ 5 കോടി രൂപ വിലയുള്ള ആ ബംഗ്ലാവിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ 5 കോടി രൂപ വിലയുള്ള ഒരു ബംഗ്ലാവ് തന്നെ സ്വന്തമാക്കാൻ കഴിയുന്നുള്ള ഒരു അഹങ്കാരമായിരുന്നല്ലോ ശ്രുതിക്കും ചന്ദ്രയ്ക്കും ഒക്കെ. എന്നാൽ ഇതൊരു വലിയ ചതിക്കുഴിയായിരുന്നു എന്ന് ഇവർ മനസ്സിലാക്കുന്നത് പിന്നീടാണ്. അങ്ങനെ 5 കോടി രൂപ വിലയുള്ള ആ ബംഗ്ലാവ് ശ്രുതിയും കൂടെ 3 കോടി രൂപയ്ക്ക് മേടിക്കുകയാണ്. തങ്ങൾക്ക് കിട്ടിയ വലിയൊരു സൗഭാഗ്യമാണ് എന്നുള്ള രീതിയിൽ അവർ ഭയങ്കര സന്തോഷത്തിലുമാണ്. വിശ്വനാഥൻ എന്ന് പറയുന്ന ഒരാളാണ് ശ്രുതിയുടെ മുമ്പിൽ ആ ബംഗ്ലാവിൻ്റെ ഓണർ എന്നുള്ള രീതിയിൽ പരിചയപ്പെടുത്തുന്നത്. ഇയാളാകട്ടെ തന്ത്രപരമായി അവർക്ക് സംശയമാകാത്ത രീതിയിൽ ആ വീടിൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളും എല്ലാം തന്നെ ശ്രുതിയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രുതി വലിയ കാര്യത്തിന് ഡോക്യുമെൻസ് ഒക്കെ എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ചതി മനസ്സിലാക്കുന്നില്ല. അയാൾ കൂടെ ഡോക്യുമെൻസ് ഒക്കെ ചെക്ക് ചെയ്തല്ലോ അല്ലേ, ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വിശ്വാസമായി, ഈ വീട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി, ഞങ്ങൾ ഈ വീട് മേടിച്ചോളാം എന്നൊക്കെ തന്നെ ശ്രുതിയും പറയുകയാണ്. പക്ഷേ വിശ്വനാഥ് എന്ന് പറയുന്ന ആളും അയാളുടെ ഭാര്യയും ഒന്നാന്തരം ഒരു ഫ്രോഡുകൾ തന്നെയായിരുന്നു കേട്ടോ. അത് തിരിച്ചറിയാനുള്ള കഴിവൊന്നും ശ്രുതിക്കും ഇല്ല. ഇയാൾ ഒരുക്കി വെച്ചിട്ടുള്ള ചതിക്കണിയിൽ വീഴുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട് 5 കോടി രൂപ വിലയുള്ള വീടാണിത്. വില പറഞ്ഞ് കുറേ പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. 3 കോടി രൂപയ്ക്കാണ് പക്ഷെ ഞാനിത് വിൽക്കാൻ പോകുന്നതെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്കും അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെന്താ 3 കോടി രൂപയ്ക്ക് വിൽക്കുന്നത്, അങ്ങനെ വിറ്റാൽ നിങ്ങൾക്ക് നഷ്ടമല്ലേ എന്നിങ്ങനെ ചോദിക്കുക. ഉടനെ വിശ്വനാഥൻ പറയുന്നുണ്ട്, ഇത് ഞങ്ങൾക്ക് കിട്ടിയത് 2 കോടി രൂപയ്ക്കാണ്. ഇപ്പം ഇതിന് മാർക്കറ്റ് വില 5 കോടി രൂപ വരെ കിട്ടും. പക്ഷേ ഞങ്ങൾക്ക് കാശിനോട് അത്രയ്ക്ക് ആർത്തിയൊന്നുമില്ല. ഞങ്ങൾ മേടിച്ചതിൽ നിന്ന് 1 കോടി രൂപയും കൂടെ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടിയാൽ മതി, അത്രേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ. എൻ്റെ ബിസിനസ്സും കാര്യങ്ങളും എല്ലാം ദുബായിലാണ്. ദുബായിൽ തന്നെ സെറ്റിൽഡ് ആയാലോ ഞാനും ഇയാളും കൂടി ചിന്തിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് ഈ വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീട് വിൽക്കാൻ തന്നെ പ്ലാൻ ചെയ്തെന്നൊക്കെ തന്നെ പറയുകയാണ്. ഈ വീട് ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിവുള്ളവർക്ക് മാത്രമേ ഈ വീട് ഞാൻ വിൽക്കുള്ളൂ എന്ന് ഞാൻ ബ്രോക്കറോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാൾ പറയുന്ന നുണക്കഥകളെല്ലാം കേട്ട് ശ്രുതിയും വിശ്വസിച്ച് പോവുകയാണ് കേട്ടോ. പിന്നെ കാശിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് 3 കോടി രൂപ ഉടനെ തരാൻ കഴിയില്ലെന്ന് ശ്രുതി പറയുകയാണ്. അപ്പോഴേക്കും അവർ പറയുന്നുണ്ട്, അത് സാരമില്ല, 50 ലക്ഷം രൂപ ആദ്യം അഡ്വാൻസ് ആയിട്ട് തന്നാൽ മതി, ബാക്കി നിങ്ങൾ ലോണിന് അപ്ലൈ ചെയ്തിട്ട് 6 മാസം കൊണ്ട് ബാക്കി കാശ് തന്നു തീർത്താൽ മതി എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, 50 ലക്ഷം ഒന്നും ഞങ്ങൾക്ക് ഉടനെ തരാൻ കഴിയില്ല, എന്തായാലും അഡ്വാൻസ് ആയിട്ട് ഒരു 30 ലക്ഷം രൂപ ഞങ്ങൾ റെഡിയാക്കി തരാമെന്ന് പറയുകയാണ്. ആ ഒരു ഡീലിന് അയാൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വേറൊരു ഓഫറും കൂടി ഇവർക്ക് കൊടുക്കുകയാണ് കേട്ടോ. കുടുംബമായിട്ട് 2 ദിവസം ഇവിടെ വന്ന് താമസിക്കാമെന്ന് അയാൾ പറയുന്നത് കേൾക്കുമ്പോഴേക്കും ശ്രുതിക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കുടുംബമായിട്ട് ഇങ്ങോട്ടേക്ക് താമസിക്കാൻ വരുമ്പോഴേക്കും തന്നെ എനിക്ക് അഡ്വാൻസ് കാശ് തന്നേക്കണം, ആ സമയത്ത് നിങ്ങളുടെ കയ്യിലേക്ക് താക്കോലും തരും, ബാക്കി കാശ് ഞങ്ങൾ ലോൺ അടച്ച് 6 മാസം കൊണ്ട് തന്നെ ക്ലിയർ ചെയ്ത് തരണം എന്നൊക്കെ അയാൾ പറയുക കേട്ടോ. അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് വിശ്വസിച്ച് അയാളുടെ വാക്കുകളിൽ വീണു പോവുകയാണ് ശ്രുതിയും. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ വീട്ടിൽ ചെന്ന് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോഴേക്കും ചന്ദ്ര അതിനേക്കാൾ അപ്പുറം സന്തോഷത്തിലാണ്. ഇനി അങ്ങോട്ടേക്ക് വലിയ ബംഗ്ലാവിലല്ലേ താമസിക്കാൻ പോകുന്നത്, ഒരു ബിസിനസ്സുകാരൻ്റെ അമ്മയായിട്ട് എന്നൊക്കെ ഓർത്തോണ്ട് തന്നെ സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയാണ് ചന്ദ്രമതി. എത്രയും പെട്ടെന്ന് തന്നെ ആ വീട്ടിലോട്ട് പോകണമെന്നാണ് ചന്ദ്രയുടെ മനസ്സിലുള്ളതും. ശ്രുതിയും ആ വീട് പോയി കാണുകയും ഓണറോട് സംസാരിക്കുകയൊക്കെ ചെയ്തതാണല്ലോ. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണെന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ വീട് വാങ്ങാൻ പറ്റിയതൊക്കെ ഭയങ്കര ഒരു ഭാഗ്യമാണ്, ഇനി അങ്ങോട്ടേക്ക് ഞങ്ങൾക്ക് നല്ല കാലമാണ് വരാൻ പോകുന്നത് എന്നുള്ള രീതിയിലൊരു സംസാരമൊക്കെ ഉണ്ട് കേട്ടോ ശ്രുതിയുടെ ഭാഗത്തു നിന്ന്. അത് മാത്രമല്ല, ഈ 30 ലക്ഷം രൂപയിൽ 5 ലക്ഷം രൂപ ഉടനെ തന്നെ അമ്പലനടയിൽ വെച്ചിട്ട് അയാൾക്ക് കൈമാറണമെന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ആ കാശ് കൊടുക്കാനായിട്ട് ശ്രുതിയും കൂടെ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. അമ്പലനടയിൽ വെച്ച് തന്നെ ആയത് എന്തുകൊണ്ട് നല്ലതാണ്, ഇനി അങ്ങോട്ടേക്ക് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം മാത്രമേ ഉണ്ടാകുള്ളൂ എന്നൊക്കെയുള്ള ഒരു ധാരണയാണ് രണ്ടുപേരുടെയും മനസ്സിൽ. പക്ഷേ ഇവർ അമ്പലത്തിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ തന്നെ ഇവർക്ക് ഓരോരോ ശകുനങ്ങളാണ് കേട്ടോ സംഭവിക്കുന്നത്. രേവതിയുടെ അമ്മയൊക്കെ എപ്പോഴും പോവുകയും വരികയൊക്കെ ചെയ്യുന്ന അമ്പലത്തിലേക്കാണ് ഇവർ പോകുന്നതും. സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായതുകൊണ്ട് തന്നെ രേവതിയുടെ അമ്മയും പറയുന്നുണ്ട്, മോനെ ഇന്നത്തെ ദിവസം ശരിയെല്ലാം തോന്നുന്നു, ഈ പൈസ ഇന്ന് കൊടുക്കണ്ട, വേറൊരു ദിവസം കാശ് കൊടുക്കുന്നതല്ലേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പം നല്ല സമയം കാലമൊക്കെ നോക്കി വേണ്ടേ മോനെ അത് ചെയ്യാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതിക്കും അത് നല്ലതാണെന്ന് തോന്നുകയാണ് കേട്ടോ. ശ്രുതി ഒന്ന് ആലോചിക്കുമ്പോൾ അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ഒരു ശകുനം പോലെ തന്നെയാണ് ശ്രുതിക്കും തോന്നുന്നത്. ശ്രുതി പറയുന്നുണ്ട്, നമുക്ക് വേറൊരു ദിവസം ഈ കാശ് വിശ്വനാഥനെ ഏൽപ്പിച്ചാൽ പോരെ, എന്തോ ഇന്നത്തെ ദിവസം മുഴുവൻ തടസ്സങ്ങളായിരുന്നല്ലോ, അതുകൊണ്ടൊരു മാനസിക ബുദ്ധിമുട്ട്, എന്തായാലും നമുക്ക് ഇത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചാലെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, എന്താ ശ്രുതി ഇങ്ങനെ പറയുന്നത്, ശ്രുതി ഇത്രയും വലിയൊരു അന്ധവിശ്വാസിയായിരുന്നോ, അങ്ങനെയൊന്നുമില്ല, നമുക്കിപ്പോൾ തന്നെ വിശ്വനാഥൻ സാറിനെ ഈ 5 ലക്ഷം രൂപ ഏൽപ്പിക്കാം, നല്ല കാര്യങ്ങൾ എന്തിനാ പിന്നത്തേക്ക് മാറ്റി വെക്കുന്നത്,
രേവതിയും രേവതിയുടെ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടാണോ സുധിയുടെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറിയെന്നൊക്കെ തന്നെ ചോദിക്കുകയാണ്. വിശ്വനാഥനാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് കാശ് അടിച്ചു മാറ്റി മുങ്ങാനുള്ള പ്ലാനിങ്ങിലാണ്. കാശ് കയ്യിൽ കിട്ടിയ ഉടനെ ബാംഗ്ലൂർ പോയി താമസിക്കണമെന്നാണ് അയാളും ഭാര്യയും കൂടെ തീരുമാനിച്ചിരിക്കുന്നത്. വിശ്വനാഥൻ അമ്പലത്തിൽ എത്തിയതിനു ശേഷം സ്തുതി ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന കാണുമ്പോഴേക്കും വീണ്ടും ഇവരെ ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അമ്പലത്തിന് നടയിൽ വെച്ചല്ലേ കാശ് തരുന്നത്, ഇവിടെ എന്ത് ദോഷം വരാനാ, നിങ്ങൾ ധൈര്യമായിട്ട് തന്നെ കാശ് എൻ്റെ കയ്യിൽ തന്നോളൂ എന്നൊക്കെ തന്നെ പറയുകയാണ്. ആ ഒരു ഉറപ്പിന്മേൽ സ്തുതിയാണെങ്കിലും 5 ലക്ഷം രൂപ അയാൾക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് വിശ്വനാഥൻ പറയുന്നുണ്ട്, ബാക്കി കാശ് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തിച്ച് തന്നേക്കണേന്ന്. എന്നിട്ട് വീട്ടിലുള്ള എല്ലാവരെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ തന്നെ പറഞ്ഞ് ഇവരെ ഒന്നും കൂടെ ഒന്ന് സോപ്പിട്ട് മയപ്പെടുത്തിയിട്ടാണ് വിശ്വനാഥൻ അവിടെ നിന്ന് പോകുന്നതും. അങ്ങനെ ശ്രുതിയും ശ്രുതിയും സന്തോഷത്തില് ഇനി 25 ലക്ഷം രൂപയും കൂടെ ബാക്കി കൊടുത്താൽ മതിയല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ സന്തോഷിച്ച് തന്നെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെന്ന് ചന്ദ്രമതിയോട് സന്തോഷ വാർത്ത അവരെ അറിയിക്കുകയാണ്. ഭയങ്കര സന്തോഷത്തിലാണ് ചന്ദ്രമതി. അടുത്ത ദിവസം തന്നെ നമുക്ക് എല്ലാവർക്കും ആ ബംഗ്ലാവിലേക്ക് പോകാം, അവിടെ പോയി 2 ദിവസം താമസിച്ചിട്ട് വരാന്നൊക്കെ പറയുകയാണ്. ആ വീടും പരിസരമൊക്കെ നമുക്കൊന്ന് ചുറ്റിക്കിറങ്ങി കാണണ്ടേ, അതോടൊപ്പം ബാക്കി കാശും അയാൾക്ക് കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ശ്രുതി. ഏതായാലും ശ്രുതിയും ശ്രുതിയും ബാക്കി കാശൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള പ്ലാനിങ്ങും ഒക്കെ ആയിട്ട് തകൃതിയായിട്ട് മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ഇതേ സമയത്ത് വിശ്വനാഥനും ഭാര്യയാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ മണ്ടന്മാര് തന്നെയാണ് നമ്മുടെ കെണിയിൽ വന്ന് പെട്ടത്. എന്തായാലും ഇവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആ കാശ് ഉറപ്പായും കിട്ടും. 30 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ ഉടനെ ഓണർക്ക് നമ്മൾ കൊടുക്കാനുള്ള കാശും കൊടുത്തതിന് ശേഷം ഇവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ സ്ഥലം കാലിയാക്കണം. എന്നിട്ട് നമ്മൾ ബാംഗ്ലൂർ ഒരു വീട് കണ്ടുവച്ചിട്ടില്ലേ, അങ്ങോട്ടേക്ക് പോകണം. അവിടെ നിന്നുകൊണ്ട് അടുത്ത ഏരിയ കണ്ടുപിടിക്കണം എന്നൊക്കെ തന്നെ പ്ലാൻ ചെയ്ത് സന്തോഷിച്ച് നിൽക്കുകയാണ് അവരും. എന്നാൽ ശ്രുതിയും ഇതിന്റെ പിന്നിൽ വലിയൊരു ചതിയാണെന്നുള്ളത് മനസ്സിലാക്കുന്നേ ഇല്ല. അയാളുടെ പഞ്ചാര വാക്കുകളിലും അയാൾ ഒരുക്കിയ കെണിയിലും പോയി വീണു. അങ്ങനെ 2 ദിവസം അവിടെ നിൽക്കാനായിട്ട് ശ്രുതിയും ആ വീട്ടിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ട് തന്നെ ആ ബംഗ്ലാവിലോട്ട് പോവുകയാണ്. വീട് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. കാരണം അത്രയും വലിയ വീടാണല്ലോ, വലിയൊരു ബംഗ്ലാവ് അല്ലേ, 5 കോടി രൂപയെങ്കിലും വില വരുന്ന ഒരു ബംഗ്ലാവ് ആണല്ലോ. അപ്പൊ പിന്നെ അതിൻ്റെതായ ഒരു പ്രൗഢിയൊക്കെ അതിനുണ്ട്. എല്ലാവരും വീട് കണ്ടിട്ട് ശ്രുതിയും പുകഴ്ത്തി പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ചന്ദ്രമതി, കണ്ടില്ലേ എന്റെ മോൻ സ്വന്തമാക്കിയ വീടാ ഇത്, വീടെന്ന് പറയാൻ പറ്റുമോ, ഇതൊരു ബംഗ്ലാവ് തന്നെയാ, എന്ത് രസമാണ് ഇത് കാണാൻ, ഇവിടെ താമസിക്കാൻ പറ്റുന്ന തന്നെ എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാണ്, എൻ്റെ ശ്രുതിമോൻ ഇതിനെല്ലാം കാരണമെന്നും പറഞ്ഞ് ശ്രുതി അങ്ങ് പുകഴ്ത്തി പറയുകയാണ്. അതോടൊപ്പം രേവതിയും സച്ചിയും താഴ്ത്തി കെട്ടുകയും ചെയ്യുന്നുണ്ട്. ഒരു മുറി പോലും ഇതുവരെ കെട്ടാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ, എൻ്റെ മകനെ കണ്ടില്ലേ, ഒരു ബംഗ്ലാവാവോ മേടിച്ചിരിക്കുന്നത്, അതും 5 കോടി രൂപ വില മതിക്കുന്ന ഒരു ബംഗ്ലാവ്, അതത്ര നിസ്സാര കാര്യമൊന്നുമല്ല എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നു മോനാന്ന് പറഞ്ഞ് ശ്രുതിയെ കെട്ടിപ്പിടിച്ചങ്ങ് ഭയങ്കര ഓവറാക്കുകയാണ് ചന്ദ്രമതി. അങ്ങനെ എല്ലാവരും വീടിനകത്തേക്ക് കയറി എല്ലാ സ്ഥലവും ഇങ്ങനെ കറങ്ങി നടന്ന് കാണുകയാണ് കേട്ടോ. 2 ദിവസം താമസിക്കാനായിട്ടാണല്ലോ ഇവർ അങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ഈ സമയത്തും വിശ്വനാഥനും ഭാര്യയും അവിടെ തന്നെ ഉണ്ട്. ബാക്കി കാശൊക്കെ റെഡിയാക്കിയോ സുധി എന്നിങ്ങനെ അയാൾ ചോദിക്കുകയാണ് സുധിയുടെ അടുത്ത്. അപ്പോഴേക്കും ഭയങ്കര പ്രൗഢിയോടെ എന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള മട്ടില് ബാക്കി ഈ 30 ലക്ഷം രൂപ, ബാക്കി 25 ലക്ഷം രൂപ സുധി അയാളെ ഏൽപ്പിക്കുകയാണ്. ആ സമയത്തും ഇവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് അയാൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കള്ള ഡോക്യുമെന്റ്സും എല്ലാം തന്നെ സുധിയെ ഏൽപ്പിക്കുന്നുണ്ട്. സുധിയുടെ കയ്യിൽ നിന്നും കാശ് കൈപ്പറ്റിയതിനു ശേഷം വിശ്വനാഥനും ഭാര്യയും എത്രയും പെട്ടെന്ന് അവിടുന്ന് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് കേട്ടോ. ഇനിയും ഇവിടെ നിന്നാൽ ചിലപ്പോൾ പിടിക്കപ്പെടും എന്നുള്ളത് അവർക്കും അറിയാം. അത് മാത്രമല്ല ഓണർക്കും കാശ് കൊടുത്ത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കണം എന്നാണ് അവർ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ സുധിയും ശ്രുതിയും ബാക്കി ചന്ദ്രോദയത്തിലുള്ള ആരും തന്നെ ഇതിന്റെ പിന്നിൽ ഇത്രയും വലിയൊരു ചതി ഉണ്ടെന്ന് തിരിച്ചറിയുന്നേ ഇല്ല. അവരവരുടെ സ്വന്തം വീട് പോലെ കരുതി ആ വീട്ടിൽ ഇങ്ങനെ സന്തോഷത്തോടെ താമസിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ആ ബംഗ്ലാവിൽ അവർ താമസിച്ച് കഴിയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ആ ബംഗ്ലാവിന്റെ വാതിൽക്കിലേക്ക് ഒരു കാറ് വന്ന് നിൽക്കുന്നുണ്ട്. ശ്രുതിയും ചന്ദ്രമതിയും അതുപോലെ രവീന്ദ്രനും ഒക്കെ ഇങ്ങനെ നോക്കിയാണ് കേട്ടോ ആരെപ്പോ ഈ കാറിൽ വന്ന് ഇറങ്ങുന്നതെന്നൊക്കെ. കാറിൽ വന്ന ആളെ ഇവരാരും ഇതിനു മുമ്പ് കണ്ടിട്ടുമില്ല, അവർക്ക് ഒരു പരിചയവുമില്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രമതി ആണെങ്കിലും വലിയ ആള് കളിച്ച് ശ്രുതിയോടൊപ്പം ചേർന്നിട്ട് ചെന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ, എന്തിനാ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുകയാണേ. ആ സമയത്ത് അയാളും തിരിച്ച് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാന്ന്. അപ്പോഴേക്കും ശ്രുതി ഉടനെ പറയുന്നുണ്ട്, ഞങ്ങൾ ആരാന്നോ, ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് ഞങ്ങൾ ആരാന്ന് ചോദിക്കാൻ താൻ ആരാടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ശ്രുതി ദേഷ്യപ്പെട്ട്. അപ്പോഴേക്കും കാറിൽ വന്ന ആള് പറയുന്നുണ്ട്, നിങ്ങളുടെ വീടോ, നിങ്ങൾ എന്ത് മണ്ടത്തരങ്ങളൊക്കെ ഈ പറയുന്നത്, ഇത് എന്റെ വീടാ, അല്ല എന്റെ വീട്ടിൽ താമസിക്കാൻ നിങ്ങളൊക്കെ ആരാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അയാൾ വീണ്ടും. അപ്പോഴേക്കും ശ്രുതിയും ചന്ദ്രമതിയൊക്കെ ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട്. നിങ്ങളുടെ വീടോ, നിങ്ങൾ എന്താ ഈ പറയുന്നത്, ഇത് ഞങ്ങളുടെ വീടാണ്, ഞങ്ങൾ ഈ വീടിന്റെ ഓണറുടെ കയ്യിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇത് മേടിച്ചതേ ഉള്ളൂ, ഇന്നലെയാണ് ഇവിടെ താമസിക്കാൻ വന്നെന്നൊക്കെ പറയുകയാണ് ശ്രുതി. ഈ വീട് ഞങ്ങൾ സ്വന്തമാക്കിയതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇന്നലെയാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് താമസം വന്നെന്നൊക്കെ ശ്രുതി ഭയങ്കര ഗൗരവത്തിൽ അയാളോട് പറയുന്നുണ്ട്.
കാറിൽ അങ്ങോട്ടേക്ക് എത്തിയത് ആ ബംഗ്ലാവിന്റെ ശരിക്കുള്ള ഓണർ തന്നെയായിരുന്നു. അയാൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരിക കേട്ടോ. അയാൾ പറയുന്നുണ്ട്, ദേ എന്ത് തോന്നിയാസാ നിങ്ങളീ പറയുന്നത്, ഇത് എന്റെ വീടാണ്, മര്യാദയ്ക്ക് എല്ലാം ഇവിടുന്ന് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് അവരോട്. അപ്പോഴേക്കും ഇവിടുത്തെ ഒച്ചയും ബഹളവും കേട്ടുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങോട്ടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. സച്ചി ഉടനെ അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാർ എന്താ ഈ പറയുന്നത്? സാറിനെ കണ്ടിട്ട് ഒരു മാനിനെ പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ. എന്നിട്ട് സാർ ഇവിടെ വന്ന് എന്തിനാ ഇങ്ങനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ സച്ചി ചോദിക്കുകയാണ്. അപ്പോഴേക്കും അയാൾ സച്ചിയുടെ നേരെ ചൂടായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട്, ഇത് എന്റെ വീടാ, എന്റെ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് ആരാ അനുവാദം തന്നത്? അല്ല, ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഇവിടെ താമസമാക്കി എന്നൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, നിങ്ങൾ ആരാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് അയാൾ വീണ്ടും. അപ്പോഴേക്കും ശ്രുതിയും ചന്ദ്രമതിയൊക്കെ ഇങ്ങനെ ആകെ ഷോക്കായി നിൽക്കുകയാണ്. സച്ചി പറയുന്നുണ്ട്, സർ ഈ വീടിന്റെ ഓണർ വിശ്വനാഥൻ സാറല്ലേ? വിശ്വനാഥൻ സാറിന്റെ കയ്യിൽ നിന്ന് ഈ വീട് എന്റെ ചേട്ടൻ മേടിച്ചു. അയാൾ ചോദിച്ച അഡ്വാൻസ് കാശും കൊടുത്തു. ഇതിപ്പോ എന്റെ ചേട്ടൻ മേടിച്ച വീടാ എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയാണ്. അയാളും ഭയങ്കര ദേഷ്യത്തോടെ തന്നെ സച്ചിയോട് പറയുന്നുണ്ട്, നിങ്ങൾക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? ഞാനിനി പോലീസിനെ വിളിക്കണോ എന്നൊക്കെ ഇങ്ങനെ അയാൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, വിശ്വനാഥനാണോ നിങ്ങളോട് ഈ നുണയൊക്കെ പറഞ്ഞത്? അയാൾ എന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. 6 മാസമായി അയാൾ വാടക പോലും തന്നിട്ട്. ഇവിടെ അയൽവക്കത്തുള്ളവരൊക്കെയാ പറഞ്ഞത് പുതിയ ആൾക്കാർ ആരും ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും കൂടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രുതിക്ക് ഇതൊന്നും അങ്ങോട്ട് കേട്ടിട്ട് വിശ്വസിക്കാനാവുന്നില്ല. എന്താ നിങ്ങൾ ഈ പറയുന്നത്? വിശ്വനാഥൻ സാർ ഇവിടെ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആളാണെന്നോ? അതേടോ, ഇത് അയാളുടെ വീടൊന്നുമല്ല, ഇത് എന്റെ വീടാ. അയാൾ ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. ഞാനാ ഈ വീടിന്റെ ശരിക്കുള്ള ഓണർ എന്നിങ്ങനെ അയാൾ പറയുകയാണ്. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, അയ്യോ അതെങ്ങനെ ശരിയാകും? അയാൾ ഞങ്ങളോട് അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇത് അയാളുടെ വീടാണെന്നും അയാളും ഭാര്യയും ദുബായിൽ സെറ്റിൽഡ് ആണെന്നും അവരങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ടാ ഈ വീട് വിൽക്കുന്നതെന്നൊക്കെ ആണല്ലോ അയാൾ പറഞ്ഞത്. അയാളുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, വേണമെങ്കിൽ അതൊക്കെ എടുത്ത് കാണിക്കാം എന്നൊക്കെ ശ്രുതി പറയുകയാണെ. ശ്രുതി പറയുന്നുണ്ട്, അത് മാത്രമല്ലല്ലോ ശ്രുതി, അയാൾ നമ്മുടെ നിന്ന് അഡ്വാൻസ് ആയിട്ട് 30 ലക്ഷം രൂപ മേടിക്കുകയും ചെയ്തില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഈ വീടിന്റെ ശരിക്കുള്ള ഓണർ ഉണ്ടല്ലോ, അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊരു മണ്ടനാടോ, ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇതൊക്കെ ഫേക്കാന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം പോലും തനിക്കൊന്നും ഇല്ലേടോ? താനൊക്കെ ഏത് ലോകത്താടോ ജീവിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ള തട്ടിപ്പുകളൊക്കെ എന്തോരം നടക്കുന്നു. ഇതൊന്നും താൻ ഇതുവരെ കേട്ടിട്ടില്ലേ? അതൊന്നും താൻ ഇതുവരെ അറിഞ്ഞിട്ട് പോലും ഇല്ലേ? ഒന്നുമില്ലെങ്കിലും ഇതുപോലൊരു വസ്തു കച്ചവടമൊക്കെ വരുമ്പോൾ താൻ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതല്ലായിരുന്നോ? തന്നെ കണ്ട നല്ല വിദ്യാഭ്യാസമുള്ള ആളെ പോലെയാണല്ലോ തോന്നുന്നത്. എന്നിട്ടും താൻ ഇതുപോലെ ഒരു ചതിയിലാണല്ലോ ചെന്ന് പെട്ടെന്നൊക്കെ തന്നെ അയാൾ ചോദിക്കുകയാണ്. അയാൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും ശ്രുതി ആകെ അങ്ങ് ഷോക്കായി. ശ്രുതി ആ സമയത്ത് അവിടെ തലകറങ്ങി വീഴുകയാണ്. ഉടനെ തന്നെ വർഷയും രേവതിയൊക്കെ അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രുതിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചന്ദ്രയ്ക്കാണെങ്കിലും ആകെ പിടിപെടുകയാണ്. ചന്ദ്ര അങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങിയാണ് കേട്ടോ. ശ്രുതിയും ആകെ തകർന്ന മട്ടിൽ തന്നെ നിൽക്കുകയാണ് കേട്ടോ. ചന്ദ്ര പറയുന്നുണ്ട്, ഇല്ല, ഞാൻ ഒരിക്കലും ഇത് വിശ്വസിക്കില്ല. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോവുകയില്ല. എന്റെ മോൻ 30 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച വീടായത്. ഇനി ബാക്കി കാശ് അയാൾക്ക് കൊടുക്കാന്നും പറഞ്ഞേക്കുന്നതാ. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോവില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിയും ചന്ദ്രയുടെ കൂടെ നിന്നോണ്ട് തന്നെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ വീടിന്റെ ഓണർ പറയുന്നുണ്ട്, ഇത് എന്തൊരു കഷ്ടമാ, നിങ്ങൾ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇനി പോലീസിനെ വിളിക്കും. സച്ചി ഉടനെ പറയുന്നുണ്ട്, സുധിയേട്ടാ നിങ്ങൾ ആ വിശ്വനാഥനെ ഒന്ന് വിളിച്ചു നോക്ക്, അയാളെ വിളിച്ച് കാര്യം പറ എന്നിങ്ങനെ പറയുമ്പോഴേക്കും സുധി ഉടനെ ഫോൺ എടുത്ത് ഞാൻ ഇപ്പൊ തന്നെ അയാളെ വിളിക്കാന്നും പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അയാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കാരണം അയാൾ ഫോണും മാറ്റി ആ സിമ്മും ഉപേക്ഷിച്ച് സ്ഥലം കാലിയാക്കി. അപ്പോഴേക്കും അയാൾ ചോദിക്കുന്നുണ്ട്, എന്താടാ വിളിച്ചിട്ട് കിട്ടിയോ? അവൻ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു. എന്നാലും നിങ്ങൾ കുടുംബത്തോടെ ഇത്രയും വലിയൊരു മണ്ടത്തരമാണല്ലോ കാണിച്ചത്. ഇതുപോലൊരു ചതിയിൽ നിങ്ങളെ എല്ലാവരും അവൻ വീഴ്ത്തി കളഞ്ഞല്ലോ എന്നൊക്കെ തന്നെ അയാൾ പറയുകയാണ്. ഇതുപോലൊരു ചതിക്കുഴിയിൽ ചെന്ന് വീണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അയാൾ പുച്ഛത്തോടെ എല്ലാവരും നോക്കുകയും ആ രീതിക്ക് സംസാരിക്കുകയും ചെയ്യുകയാണ്. ശ്രുതി ഉടനെ കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല. എന്റെ 30 ലക്ഷം രൂപയാ പോയത്. ഞാനിനി ആരോട് പോയി ചോദിക്കും? എന്റെ കാശ് പോയോ? എന്റെ കാശ് പോയല്ലോ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് തന്നെ ശ്രുതി ഇങ്ങനെ തലക്കടിച്ച് കരയുന്ന പോലെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, അതിനിപ്പോ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ എന്ത് ചെയ്യാനാ? കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതൊക്കെ ആലോചിക്കണമായിരുന്നു. എന്നിട്ട് എല്ലാം കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഇരുന്ന് കരഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് അന്വേഷിക്കണമായിരുന്നു. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് എന്റെ വീടാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണമെന്നൊക്കെ തന്നെ അയാൾ പറയുന്നുണ്ട്. ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഇല്ല, എന്നെ കൊന്നാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങില്ല. ഇത് എന്റെ മോൻ മേടിച്ച വീടാ. ഈ വീട്ടിൽ നിന്ന് എനിക്ക് പോകാനാവില്ല. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ അത്രയും സ്വപ്നങ്ങൾ ഇന്നലെ കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്ര ഇറങ്ങാൻ കൂട്ടാക്കുന്ന പോലുമില്ല. ആ സമയത്ത് അയാൾ പറയുന്നുണ്ട്, ഞാൻ ഒരു 20 മിനിറ്റേ തരുവുള്ളൂ. അതിനുള്ളിൽ എല്ലാവരും കെട്ടും കിടക്കി എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഞാൻ നേരെ പോലീസിനെ വിളിക്കും. പിന്നെ പോലീസുകാർ വന്ന് നിങ്ങളെ ഇവിടെ നിന്ന് അടിച്ചിറക്കേണ്ടി വരും എന്നൊക്കെ തന്നെ അയാൾ ഭീഷണിയുടെ സ്വരത്തിൽ പറയുകയാണ്.
അപ്പോഴേക്കും സജിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുകയാണ് കേട്ടോ. എല്ലാം കൈവിട്ട് പോയി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വലിയൊരു ചതിയിലാണ് ശ്രുതിയും ചെന്ന് ചാടിയെന്നുള്ളതൊക്കെ സച്ചി എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്നിട്ട് അയാളോട് പറയുന്നുണ്ട്, സാർ പോലീസിനെ ഒന്നും വിളിക്കണ്ട, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും കാര്യവും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുകയാണ് സച്ചി. എന്നിട്ട് പറയുന്നുണ്ട് അയാളോട്, സർ എന്റെ ചേട്ടൻ സുധി അയാൾക്ക് കൊടുത്ത 30 ലക്ഷം രൂപയോ? അപ്പൊ ആ കാശ് ഞങ്ങൾ എങ്ങനെ തിരിച്ചു മേടിക്കും? അപ്പൊ ആ കാശ് ഞങ്ങൾക്ക് തിരിച്ചു മേടിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടൊന്നും അല്ലല്ലോ അയാൾക്ക് കാശ് കൊടുത്തത്, നിങ്ങൾ അയാൾ മാത്രം പറയുന്നത് കേട്ട് വിശ്വസിച്ച് അയാൾക്ക് കാശ് കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങളുടെ കാശ് കാണാതെ പോയി, നിങ്ങളെ ഇതുപോലെ പറ്റിച്ചു. ഇനിയിപ്പോൾ ഒറ്റ മാർഗ്ഗമുള്ളൂ, നിങ്ങൾ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്യുക അയാൾക്കെതിരെ. ഇതുപോലെ ഒരു ട്രാപ്പിൽ നിങ്ങൾ പെട്ടു എന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് നോക്ക്. അയാൾ ഇതിനോടകം തന്നെ സ്ഥലം കാലിയാക്കിയിട്ടുണ്ടാവും. ഇതുപോലുള്ള തട്ടിപ്പുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഇതിനോടകം തന്നെ എല്ലാ തെളിവുകളും നശിപ്പിച്ച് സേഫ് ആയിട്ടുണ്ടാവും എന്നൊക്കെ തന്നെ ആ ഓണർ സച്ചിയോട് പറയുകയാണ്. എന്തായാലും ഇതിന്റെ പേരും പറഞ്ഞ് എന്നെ നിങ്ങൾ ശല്യം ചെയ്യാൻ വരരുത്, ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ തന്നെ അയാൾ പറയുകയാണ്. സുധിയും ചന്ദ്രയും ശ്രുതിയൊക്കെ അപ്പോഴും പിടിയാലും അവിടെ തന്നെ നിൽക്കുകയാണ്. ഞങ്ങൾക്ക് നഷ്ടമായ കാശ് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയാൽ മാത്രം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് അയാൾ വേറെ നിവൃത്തിയില്ലാതെ പോലീസിനെ വിളിക്കുകയും ചെയ്യുന്നുണ്ട്. പോലീസ് അങ്ങോട്ടേക്ക് വന്നിട്ടും ഇവരെയാണ് കേട്ടോ വഴക്ക് പറയുന്നത്. നിങ്ങൾ ഇയാളുടെ വീട്ടിൽ കയറി ഇരിക്കുന്നത് എന്തിനാ? നിങ്ങളുടെ ഭാഗത്ത് തന്നെയല്ലേ തെറ്റ്? എടുത്തു ചാടി ഇത്രയും വലിയൊരു എമൗണ്ട് അയാൾക്ക് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നിങ്ങൾ വേണ്ട രീതിക്ക് അന്വേഷിക്കാതെ എടുത്തു ചാടി ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചിട്ട് ബാക്കിയുള്ളവർക്കും കൂടെ ബുദ്ധിമുട്ടാക്കുന്ന എന്തിനാന്ന് ചോദിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വന്ന പോലീസുകാരും ഇവരോട് തന്നെ ദേഷ്യപ്പെടുകയാണ്. ഈ വീടിന്റെ ഓണർ ഇയാളാണ്. ഇയാൾ ആ വിശ്വനാഥന് വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നാണ്. അയാളുടെ സ്വന്തം വീടാണെന്നും പറഞ്ഞ് നിങ്ങൾ ഇതുപോലെ ഒരു ട്രാപ്പിൽ പെടുത്തുകയായിരുന്നു. അതിന് ഇയാൾ എന്ത് ചെയ്യാനാ? എത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവരും ഇയാളുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നൊക്കെ തന്നെ പോലീസുകാർ പറയുകയാണ്. ചന്ദ്രയും ശ്രുതിയൊക്കെ പൊട്ടിക്കരയാണ്. ശ്രുതി അങ്ങോട്ടേക്ക് വന്നിട്ട് പോലീസുകാരോടും പറയുന്നുണ്ട്, സാറേ 30 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് പോയത്. ആ കള്ളനെ നിങ്ങൾ പിടികൂടണം സാറേ, എൻ്റെ കാശ് എനിക്ക് തിരികെ തരണം. ഇത്രയും കാശ് ഉണ്ടായിട്ടല്ല, ഞാൻ പലയിടത്തുനിന്നും സംഘടിപ്പിച്ച കാശാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ആണെങ്കിലും പോലീസുകാരോട് ഇങ്ങനെ അപേക്ഷിക്കുകയാണ് കേട്ടോ. ശ്രുതിയുടെയും ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അവർക്കും സങ്കടമാവുകയാണ് കേട്ടോ. സച്ചിക്കും രേവതിക്കും വർഷയ്ക്കും രവീന്ദ്രനും ശ്രീകാന്തും ഒക്കെ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. സച്ചി പറയുന്നുണ്ട്, സാർ എൻ്റെ ചേട്ടൻ ഇതുപോലെ ഒരു ട്രാപ്പിൽ പെട്ടുപോയി, അവൻ എങ്ങനെയെങ്കിലും ആ കാശ് തിരികെ കണ്ടുപിടിച്ച് കൊടുക്കണം സാർ. ആ വിശ്വനാഥൻ എന്ന് പറയുന്ന ആള് എവിടെയാണെങ്കിലും അയാളെ കൈയോട് പിടികൂടണം എന്നൊക്കെ തന്നെ സച്ചി പറയുമ്പോഴേക്കും ആ പോലീസുകാരൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വന്ന് ഒരു കംപ്ലൈന്റ് എഴുതാട്ടെ, എന്നിട്ട് നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിക്കാം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. അയാളുടെ ഡീറ്റെയിൽസ് നമുക്ക് കളക്ട് ചെയ്യാം. എന്തായാലും ഇതുപോലെയുള്ള തട്ടിപ്പ് വീരന്മാരെ ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇപ്പം നിങ്ങളെ ചതിച്ച പോലെ തന്നെ നാളെ അയാൾ വേറൊരാളെയും ഇതുപോലെ ട്രാപ്പിലാക്കും. എന്തായാലും നമുക്ക് അന്വേഷിക്കാം. തൽക്കാലം നിങ്ങളെല്ലാവരും ഇവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങണമെന്നൊക്കെ തന്നെ പോലീസും പറയുന്നുണ്ട്. വേറെ നിവൃത്തിയില്ലാതെ ശ്രുതിയും ചന്ദ്രമതിയൊക്കെ വിഷമത്തോടെ തന്നെ 5 കോടി രൂപ വിലയുള്ള ആ വലിയൊരു ബംഗ്ലാവിൽ നിന്ന് പടിയിറങ്ങുകയാണ്. അങ്ങനെ ചന്ദ്രയുടെ അഹങ്കാരത്തിന് നല്ലൊരു തിരിച്ചടിയാണ് കേട്ടോ ഇപ്പോൾ കിട്ടിയിരിക്കുന്നതും. വീണ്ടും വളരെ വിഷമിച്ച് തന്നെ എല്ലാവരും ചന്ദ്രോദയത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്